Hi dear friends, once again welcome back to my channel. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നോമ്പൊക്കെ അടുത്ത് വരികയാണല്ലോ, അപ്പോൾ എല്ലാവരും വെരി ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു ടൈമാണിത്. അപ്പോൾ വളരെ നേരത്തെ തന്നെ തുടങ്ങും ക്ലീനിങ് ഒക്കെ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ക്ലീനിങ് വീഡിയോ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോമ്പിന് നമ്മൾ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മുളക് അതുപോലെയുള്ള പൊടികളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സ് പഴയതാണെങ്കിൽ അതൊക്കെ മാറ്റി പുതിയതന്നെ നമ്മളെല്ലാവരും എടുക്കും. അല്ലെങ്കിൽ നന്നായി കഴുകി ഉണക്കി വളരെ നീറ്റായിട്ട് നമ്മൾ റീയൂസ് ചെയ്യും. അപ്പം എനിക്കും കുറച്ച് കണ്ടെയ്നേഴ്സ് ഒക്കെ കളയാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്ലാസിൻ്റെ കുറച്ച് ബോട്ടിലാണ്. അത് ജാമ് വാങ്ങുമ്പോഴും ഹണി വാങ്ങുമ്പോഴൊക്കെ കിട്ടിയതാണ്. അതെന്നെ ഒന്ന് റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ സ്റ്റിക്കേഴ്സ് ഒന്നും അങ്ങനെ പോകുന്നില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ ഇങ്ങനെ പറിച്ചെടുത്താൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഗം ഉണ്ടാവും അതിൽ. അപ്പം തീരെ വൃത്തി ഉണ്ടാവില്ല കാണാൻ, നമ്മൾ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ തന്നെ. അപ്പോൾ ഗ്ലാസിൻ്റെതായത് കാരണം നമ്മൾ ഒരിക്കലും അത് കളയേണ്ട ആവശ്യമില്ല. അപ്പം ഈ പഴകിയ ഗ്ലാസ് ജാറൊക്കെ ഇങ്ങനെ കഴുകി നല്ല പുതുപുത്തനാക്കാന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പഴയ പാത്രം വെച്ച് അതിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഈ ഗ്ലാസ് ജാറൊക്കെ അതിലൊന്ന് മുക്കി വെക്കുക. അപ്പം അതിൻ്റെ സ്റ്റിക്കേഴ്സിനൊക്കെ നല്ല വെള്ളം ആവുന്നത് പോലെ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ചധികം തന്നെ ജാറ് എടുത്തിട്ടുണ്ട്. അപ്പം 3-4 മാത്രമേ ഈ പാത്രത്തിൽ ഇങ്ങനെ മുക്കി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ആദ്യം പറ്റുന്ന അത്രയും മുക്കി വെക്കാം. അപ്പം അത് ജാമിൻ്റെ ബോട്ടിലുണ്ട്, ഹണീൻ്റെതുണ്ട്, പിന്നെ ന്യൂട്ടെല്ലാം വാങ്ങിയപ്പോൾ കിട്ടിയ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പം കളയാൻ തോന്നിയില്ല, അതുകൊണ്ട് എടുത്ത് വെച്ചതാണ്. ഏകദേശം 1/4 മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ സ്റ്റിക്കറൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഗം അതിൽ തന്നെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആ സ്റ്റിക്കർ നന്നായി പറിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒന്നുകൂടി ആ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി കൈ വെച്ച് ഇങ്ങനെ ചുരണ്ടിയെടുക്കാൻ പാടാണെങ്കിൽ ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, അത് സുഖമായി പോന്നോളും. അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഈ ഗ്ലാസ് ജാറൊക്കെ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു 3 ഇട്ടു, പിന്നെ അതിനുശേഷം ആ വെള്ളം തന്നെ സെയിം വെള്ളം തന്നെ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി ബാക്കിയുള്ള ജാറൊക്കെ ഇട്ട് വെച്ചു. അതിനുശേഷം അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ എല്ലാ ജാറും ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാൻ നന്നായി. അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ച സ്റ്റിക്കറൊക്കെ ഒന്ന് പോകും. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പുറത്ത് ഫുള്ള് ഗം ഉണ്ടാവും. സ്റ്റിക്കർ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ. നല്ല കട്ടിയുള്ള ഗം അതിൻ്റെ പുറത്ത് തന്നെ കിടപ്പുണ്ടാവും. അപ്പം അതും കൂടി നമുക്ക് റിമൂവ് ചെയ്യണം. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ കുക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾ ഓയിലും കൂടി 1 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഗ്ലാസ് ജാറിൻ്റെ മുകളിലൊക്കെ ആ ഗമ്മുള്ള ഭാഗത്ത് ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക കൈ കൊണ്ട് തന്നെ.
അങ്ങനെ ഓരോ ഗ്ലാസ് ജാറിന്റെ പുറത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ 30 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പൈപ്പിന്റെ താഴെ വെച്ച് നന്നായി കഴുകിയെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. 100% അതിന്റെ ഗമ്മൊക്കെ പോയി കിട്ടുന്നതാണ്. നന്നായി കഴുകിയെടുക്കണം, കാരണം നമ്മൾ ഉപയോഗിച്ച ഓയിലിന്റെ ഒരു എണ്ണമയം കൂടി ഉണ്ടാവും. കണ്ടില്ലേ, 100% ക്ലീൻ ആയിട്ടുണ്ട്. അതിന്റെ ആ പഴയ കളറും മാറി നല്ല തിളങ്ങുന്ന നമ്മൾ പുതിയ കുപ്പി പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരിക്കലും ഗ്ലാസിന്റെ ജാറ് കളയേണ്ട ആവശ്യമില്ല. അത് പഴകിയാൽ ചിലപ്പോൾ അതിന്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവും. പക്ഷെ എന്നാലും കളയണ്ട. ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 100% സേഫും ആണ് ഇങ്ങനെയുള്ള ഗ്ലാസ് ജാർ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഉപ്പ്, പഞ്ചസാര ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ പുളി, സ്പൈസസ് ഒന്നും ഇട്ട് വെക്കരുത് എന്നാണ് പറയുന്നത്. കാരണം പ്ലാസ്റ്റിക്കിന്റെ അംശം ആ ഫുഡിലും കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ്, പഞ്ചസാര, മുളക് പൊടി അതൊന്നും ഒരിക്കലും നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കാൻ പാടില്ല. ഓരോ ഗ്ലാസ് ജാറായി എടുത്ത് ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഈ ഗ്ലാസ് ജാർ ക്ലീൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളും നോമ്പിന്റെ ക്ലീനിങ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. അപ്പൊ ഇതുപോലുള്ള കിച്ചണിലൊക്കെ വളരെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ ഒരുപാട് ഉപയോഗിച്ചാൽ നമ്മുടെ കൈ ഒന്ന് നന്നായി ക്ലീൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചെയ്യാറുള്ളത് സാധാ വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകി കോട്ടൺ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയാക്കി കയ്യിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഉള്ളിലും വിരലിലും കൈയിൻ്റെ ഓരോ മടക്കുകൾക്കുള്ളിലൊക്കെ നന്നായി ഒന്ന് തേച്ച് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഈ വെളിച്ചെണ്ണന്റെ കൂടെ വൈറ്റമിൻ ടാബ്ലറ്റ്സും കൂടി ചേർക്കാറുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി വീണ്ടും കാണാം.